ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള തോരൻ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉള്ളിത്തണ്ട് തോരനാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഒപ്പം കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഉള്ളിപ്പൂ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇത് വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇത് വേഗം അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിപ്പൂ എല്ലാം ഞാൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തോരനിലേക്ക് മുട്ടയുടെ ഒരു മിക്സ് കൂടി ഒന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 2 മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തോരനിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 കപ്പ് നാളികേരം ചിരകിയതിട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് നടുകെ കീറിയത്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത്രയും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടിയുടെ കൂടി നിറം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കപ്പലണ്ടിയുടെ നിറമൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേകാനായിട്ട് അടച്ചു വെക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ളിത്തണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി കിട്ടിക്കോളും. അപ്പം നമുക്കിത് അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിത്തണ്ടൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഈ ഉള്ളിപ്പൂവ് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതങ്ങോട്ട് പതിയെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് ചിക്കി എടുക്കണം. പിന്നെ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുട്ട ചേർത്തില്ലെങ്കിൽ ഈ ഉള്ളിപ്പൂവും കപ്പലിൻ്റെയും കൂടി നല്ല ടേസ്റ്റാണ്. മുട്ടയൊക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. മുട്ട നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഈ ഉള്ളിപ്പൂവും മുട്ടയും കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത നാളികേരം കൂടി ഇട്ട് കൊടുക്കാം. ആ നാളികേരം എല്ലാം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഈ ഉള്ളിപ്പൂവൊക്കെ ഇങ്ങനെ മുകളിലോട്ടങ്ങ് കവർ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നാളികേരവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം.
അപ്പോൾ ഈ മുട്ടയും കപ്പലിൻ്റെയും കൂടി ചേർത്ത് നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ റെഡിയാണ്. ശരിക്കും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ കറിവേഡ് ബൈ ദേവാസ് മോമിൽ ഷെയർ ചെയ്യാനും പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ റെസിപ്പീസിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണേ പ്ലീസ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കല്ലേ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക്